This is a place of worship. This is a place of love. This is a place of trust. This is a place of relationships. So I thought I should be talking about attachment. Attachment between parents and children. പഴയതുപോലെ കാണാതെ പഠിച്ച് കാര്യങ്ങൾ പറയാനുള്ള കഴിവുകളൊക്കെ കുറഞ്ഞു. അതുകൊണ്ട് ഐ വിൽ ബി റിലൈങ് ഓൺ ദ പവർ പോയിന്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? So I'm not going to read out what I have written in the PowerPoint. I'll be just talking about the main core points from the PowerPoint. And please feel free to interrupt me. ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് എങ്കിൽ ചോദിക്കാം. ഈ പറയുന്നതൊന്നും ബൈബിൾ വചനങ്ങളല്ല. ഈ പറയുന്നതൊന്നും ബൈബിൾ വാക്യങ്ങളല്ല. ഈ പറയുന്നതൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളുമല്ല. ഞാൻ ഓവർ ദ ഇയേഴ്സ് പഠിച്ചതും ഈ ഓവർ ദ ഇയേഴ്സ് പല ആൾക്കാരിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയതും ഓവർ ദ ഇയേഴ്സ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കുകയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ആസ് എ പാരൻറ്റ് എൻ്റെ മകനിൽ ട്രൈ ചെയ്തിട്ടുണ്ടോ, ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ മകനെ വിളിച്ച് ചോദിക്കേണ്ടി വരും എത്രത്തോളം ഞാൻ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ളതും. ഞാൻ ഈ So it's more like എനിക്ക് തോന്നുന്നു we should be doing more interactive session. നിങ്ങൾക്കറിയാനുള്ളതും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ മടിക്കണ്ട. Please feel free to. So in mental health നമ്മൾ അറ്റാച്ച്മെന്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് 0 to 25 years of age ഗ്രൂപ്പിലാണ് കൂടുതലായിട്ടും ഞങ്ങൾ അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ ദ ചൈൽഡ് ആൻഡ് ദ കെയർ ഗിവർ. I'm specifically using the word caregiver. It could be a mother, it could be a father, it could be a grandfather, it could be an uncle, it could be a foster parent, anybody. ഈ ഏജ് ഗ്രൂപ്പിൽ ഞാൻ 0 to 25 ആയിരുന്നു എൻ്റെ ഏരിയ ഓഫ് എക്സ്പെർട്ടീസ് ആൻഡ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ I have moved away from 0 to 15. Now I'm focusing more on 15 to 25. The reason is most of the relationships, attachments and all those issues are happening during 15 to 25 years of age. പക്ഷേ അതിൻ്റെ എല്ലാം ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to 15 years of ഏജിലാണ്. സോ ഐ തിങ്ക് യങ് പീപ്പിൾ ബീയിങ് ഹിയർ റിയലി താങ്ക്ഫുൾ ഫോർ അറ്റൻഡിങ്. നമ്മൾ നാട് വിട്ട് പല ദേശങ്ങളിലേക്കും പോകാനായിട്ട് വളരെ പ്രശസ്തരായ ഒരു വിഭാഗം ആൾക്കാരാണ് മലയാളികൾ. ചന്ദ്രന് പോയാലും ബാബുവേട്ടൻ്റെ തട്ടുകട ഇവിടെ ഉണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു. പല ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞുവെങ്കിലും നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ട്രൈ ടു സ്റ്റേ ട്രൂ അവർ കൾച്ചർ, അവർ കോർ ബിലീഫ്സ് ആൻഡ് അവർ വാല്യൂസ്. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ മാത്രമല്ല പല കൾച്ചേഴ്സും പല എത്നിസിറ്റീസും പല റേസസും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മൈഗ്രൻ്റ് എന്ന നിലയ്ക്ക് നമ്മൾ മറ്റൊരു നാട്ടിലെത്തിക്കപ്പെടുമ്പോൾ വി ഫേസ് എ ലോട്ട് ഓഫ് ചാലഞ്ചസ്. 2021 ഓസ്ട്രേലിയൻ സെൻസസ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി മിനിറ്റ് a migrant comes to Australia. ഞാൻ മലയാളികളെ കുറിച്ചല്ല പറയുന്നത്. എവ്രി മിനിറ്റ് a migrant comes to Australia and they're coming away from their society, culture, social support. ആരും ഇല്ലാതെ പലപ്പോഴും പോക്കറ്റിലുള്ള കുറച്ച് ഡോളറിൻ്റെ ധൈര്യത്തിലായിരിക്കും നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നത്. കയ്യിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ഒരു പരിചയത്തിലായിരിക്കും. പക്ഷേ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആ സമയത്ത് നമ്മുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ കുട്ടികളെ വളർത്തുന്നതിലാണോ ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നത്? അതെ, നമ്മൾ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ടുള്ള, ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ള, താമസിക്കാനുള്ള സൗകര്യം കണ്ടുപിടിക്കാനായിട്ടുള്ള, ഭക്ഷണം ഉറപ്പാക്കാനായിട്ടുള്ള ആ ഒരു തത്രപ്പാടിലായിരിക്കും. അപ്പോൾ എവിടെയാണ് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ മൈഗ്രൻ്റ് എന്ന് പറയുന്നത്. അപ്പം പീപ്പിൾ ഹു ആർ മൈഗ്രേറ്റിംഗ് ദേ ആർ മോർ വൾണറബിൾ ടു ഡെവലപ്പ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്. And children who are first generation migrants, they are at risk of having confused identities as well as they grow up. ഞാൻ മലയാളിയാണോ അതോ ഓസ്ട്രേലിയൻ ആണോ, ഞാൻ ഇന്ത്യൻ ആണോ ഓസ്ട്രേലിയൻ ആണോ? They go through this confusion state. It's not their fault. This is because our acculturation, migration issues in the problem.
ഞാൻ മുമ്പ് ഒരു ഫ്യൂ ഇയേഴ്സ് മുന്നേ ഞാനൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് പ്രവാസികളുടെ മക്കൾ. അതിൻ്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ഇഫ് സംബഡി ഈസ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. എസൻസ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ പ്രോഗ്രാമാണ്. അപ്പോൾ അതിലുണ്ടായിരുന്നു. സോ കീപ്പിംഗ് ഇൻ മൈൻഡ് being away from our culture, being away from our society, being in a new place, having all the struggles of life, there is no better time to talk about attachment. അറ്റാച്ച്മെന്റിനെ കുറിച്ച് കുറേ സയന്റിഫിക് തിയറീസ് ഉണ്ട്. വാട്ട് എക്സാക്ട്ലി ഈസ് അറ്റാച്ച്മെന്റ് ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ ഫോർ എ ചൈൽഡ് ആൻഡ് ഫോർ ദ പാരന്റ്. So Bowlby and Ainsworth are a couple of the popular names in attachment, and they focused on a theory called attachment theory. It's mainly about ആ തിയറി പറയുന്നത് റിലേഷൻഷിപ്സിനെയും ബോണ്ടിങ്ങിനെയും പറ്റിയാണ്. കുട്ടികളും പാരൻസും കെയർ ഗീവേഴ്സും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ പറ്റിയാണ്, ആൻഡ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ആസ് വെൽ. പക്ഷെ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ പാരന്റ് ആൻഡ് ചിൽഡ്രൻ, എ ചൈൽഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ ഈ അറ്റാച്ച്മെന്റ് തിയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്ലിയർലി ഐഡന്റിഫൈഡ്സ് ബിഹേവിയേഴ്സ് ആൻഡ് മോട്ടിവേഷൻ ബിഹൈൻഡ് ദോസ് ബിഹേവിയേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത്, കുട്ടികൾ പേടിക്കുന്ന സമയത്ത്, കൊച്ചുകുട്ടികൾ അവരെന്തായിരിക്കും ആദ്യം ചെയ്യുക? What do they do when they are scared? They search for that secure person. They look for that safe person. And the motivation is a need for being protected and feeling safe. അപ്പോൾ ചില റീലുകളിലൊക്കെ കാണാം, അച്ഛനും അമ്മയും വേറെ ആരെങ്കിലും ഇരിക്കും, എന്നിട്ട് കുട്ടിയെ വിടും. ആരുടെ അടുത്തേക്കാണ് കുട്ടി പോകുന്നതെന്ന് അറിയാനായിട്ട്. It's a test. It's a test, but it means a lot, because the child goes to the person he or she feels safe, loved, protected, and appropriately responded. Appropriate response, അതാണ് നോക്കുന്ന കുട്ടികൾ. നമുക്ക് സ്നേഹം ഉണ്ടാവാം, നമുക്ക് കരുണയുണ്ടാവാം, നമുക്ക് കരുതലുണ്ടാവാം, പക്ഷേ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ട സമയത്താണോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടെയാണ് വേറൊരു ചോദ്യം. So attachment is an emotional bond with another person. And ഈ കുട്ടിക്കാലത്ത്, അതായത് ഏർലിയസ്റ്റ് ബോണ്ട്സ്, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം, അമ്മയും അച്ഛനും തമ്മിലുള്ള ബന്ധം, അമ്മയും കുഞ്ഞും സിബ്ലിങ്സും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള മറ്റാൾക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹൃദങ്ങളിലുള്ള ബന്ധം, അതൊക്കെ ഇറ്റ് ഈസ് നർച്ചറിങ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡെവലപ്പിംഗ് എ ചൈൽഡ് ഇൻ ടു എൻ അഡൾട്ട്. ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ചിൽഡ്രൻ ഹു മെയിൻറ്റെയിൻ പ്രോക്സിമിറ്റി ടു എൻ അറ്റാച്ച്മെന്റ് ഫിയർ, പ്രോക്സിമിറ്റി, ഫിസിക്കൽ പ്രോക്സിമിറ്റി ആൻഡ് ഇമോഷണൽ പ്രോക്സിമിറ്റി. അപ്പോൾ ഒരു പാരൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ കെയർ ഗിവർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ മൈഗ്രൻസ് പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ റണ്ണിങ് ആഫ്റ്റർ ദെയർ വർക്ക്, they are finding it hard to get time. ചിലപ്പോൾ ഒരു ജോലിക്ക് വരെ 2 ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, 3 ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, രാത്രികാലങ്ങളിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദാറ്റ് അവൈലബിലിറ്റി ആൻഡ് പ്രോക്സിമിറ്റി വിച്ച് മേക്സ് ദ ചൈൽഡ് ടു ഫീൽ പ്രൊട്ടക്റ്റഡ് ആൻഡ് കംഫർട്ടഡ്. ഇറ്റ്സ് എ പ്രോസസ്. ഇതൊരു നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്സും കൂടെയാണ്. We call it as goodness of fit between the child and the caregiver. കുട്ടിയും നല്ല കുട്ടിയായിരിക്കാം, കെയർ ഗിവറും നല്ല മനുഷ്യനായിരിക്കാം, പക്ഷേ അവർ തമ്മിൽ ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവത്തില്ല. അവർ തമ്മിൽ ചിലപ്പോൾ ഒരു ബോണ്ടിങ്, ഹെൽത്തി ബോണ്ടിങ് ഉണ്ടാവത്തില്ല. വി കോൾ ഇറ്റ് ആസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരു ഐഫോൺ മേടിച്ചുകൊണ്ട് വരികയാണ്. അതിൻ്റെ അഡാപ്റ്റർ അമേരിക്കൻ അഡാപ്റ്ററാണ്, പക്ഷേ നമ്മുടെ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ആ അഡാപ്റ്റർ നമ്മൾ ഇവിടുത്തെ സോക്കറ്റ്സിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡസ് ദാറ്റ് മീൻ ദ അമേരിക്കൻ അഡാപ്റ്റർ ഈസ് ബാഡ് ഓർ ദ ഓസ്ട്രേലിയൻ സോക്കറ്റ് ഈസ് ബാഡ്? അല്ല, രണ്ടും ടോപ്പ് ക്വാളിറ്റിയാണ്, ബട്ട് ദർ ഇസ് നോ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ ദീസ് ടു. സോ ലൈക്ക് ദാറ്റ്, mother might be the best of the caring person, father might be the most protective person, പക്ഷേ when they fail to identify the need of the child at that moment and respond appropriately,
then there is no goodness of it. So what we are talking about is attachment between a child and a parent, where there is a goodness of it as well. കുട്ടി കരയുമ്പോൾ കെയർ ഗിവറിന് അറിയാം അത് ഉറങ്ങാനാണോ, പാൽ കുടിക്കാനാണോ, വിശന്നിട്ടാണോ, പേടിച്ചിട്ടാണോ. ആ ഒരു ഗുഡ്നെസ് ഓഫ് ഇറ്റ് ഇല്ല എങ്കിൽ ആ ഒരു നീഡ് മനസ്സിലാക്കാനായിട്ട് കെയർ ഗിവറിന് സാധിക്കാതെ വരും. അപ്പോൾ പേടിച്ച് കരയുന്ന കുട്ടിക്ക് പാൽ കൊടുക്കാനും പാലിന് വേണ്ടി കരയുന്ന കുട്ടിയെ ഉറക്കാനും ശ്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ചുറ്റും. സോ ദാറ്റ് ഈസ് എ ലാക്ക് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. അപ്പോൾ കുട്ടി മോശമാണോ, അമ്മ മോശമാണോ, അച്ഛൻ മോശമാണോ അല്ല, ഇറ്റ്സ് ലാക്ക് ഓഫ് ഗുഡ്നെസ് ഓഫ് ഇറ്റ്. സോ ദാറ്റ് ഈസ് അനദർ തിങ് വി നീഡ് ടു. ഇൻ അറ്റാച്ച്മെന്റ് ഇറ്റ്സ് എ സെലക്ഷൻ പ്രോസസ്, എ നാച്ചുറൽ സെലക്ഷൻ പ്രോസസ് ആസ് വെൽ. ഒരു മദറിനെയും ചൈൽഡിനെയും ഭൂമിയിലേക്ക് വരുമ്പോൾ then the next selection process is their goodness of it. അടുത്ത ആരുമായിട്ടാണ് goodness of it വരുന്നത്. അപ്പോൾ good thing with large families is if there is no goodness of between the child and the primary caregiver, whether it is mother or the father, there will be someone in the family who will be playing the role of the caregiver with correct goodness of it. അപ്പോൾ റീലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും കുഞ്ഞ് ഗ്രാൻഡ് മദറിൻ്റെ അടുത്തേക്കോ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്കോ പോകുന്നു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും കുഞ്ഞ് ചിലപ്പോൾ അങ്കിളിൻ്റെ ആണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നു. ബിക്കോസ് ദ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ഈസ് മോർ വിത്ത് ദ അതർ പേഴ്സൺ, നോട്ട് വിത്ത് ദ പാരൻറ്റ്. സോ ദ അതർ പേഴ്സൺ ഈസ് മീറ്റിംഗ് ദ നീഡ് ഓഫ് ദ ചൈൽഡ് അപ്രോപ്രിയറ്റ്ലി, മോർ അപ്രോപ്രിയറ്റ്ലി ദാൻ ദ പാരൻസ്. സോ അവിടെയാണ് വരുന്നത്. സോ ഇറ്റ്സ് എ നാച്ചുറൽ സെലക്ഷൻ പ്രോസസ്. And the nurturance and the responsiveness, നമ്മൾ എങ്ങനെ നർച്ചർ ചെയ്യുന്നു, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, that determines the attachment between the child and the caregiver. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് നമ്മുടെ റോൾസ് ഒക്കെ മാറിക്കഴിഞ്ഞു, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാറിക്കഴിഞ്ഞു. ആ കുഞ്ഞ് ജനിച്ച ഉടനെ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാത്രം കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു. We have come a long way from there, especially when we are in a society like this. കുട്ടി എന്ന് പറയുന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല. കുട്ടി എന്ന് പറയുന്നത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്, ഷെയർഡ് നർച്ചറൻസ് ആണ്. അതിൽ നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, the both parent figures, caregivers, they complement each other and provide the needs. അതിലെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, if one person is not able to respond to a particular need, the other person will be able to. അപ്പോൾ ചൈൽഡിൻ്റെ കെയറിനുള്ള കുറവുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ആൻറ്റി, അങ്കിൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ അതിനുള്ള ലക്ഷറി ഇല്ല. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം യു ആർ ഇൻ ദ ബിസി വേൾഡ് ഓഫ് യുവർ ലൈഫ് ആസ് വെൽ. The attachment starts from day one. Day one, the baby is born. അപ്പോൾ നിങ്ങളെ ആസ് എ കെയർ ഗിവർ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ദ ചൈൽഡ്. ഇറ്റ്സ് എ ചൈൽഡ് ഹൂ അണ്ടർസ്റ്റാൻഡ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഓഫ് യു ആസ് എ പേഴ്സൺ. നിങ്ങളുടെ ചിരിയുടെ അർത്ഥവും നിങ്ങളുടെ ദീർഘനിശ്വാസത്തിൻ്റെ അർത്ഥവും നിങ്ങളുടെ ഇറിറ്റേഷൻ്റെ അർത്ഥവും നിങ്ങളുടെ നിസ്സംഗതയുടെ അർത്ഥവും എല്ലാം കുട്ടി മനസ്സിലാക്കും. There is no need for a language for communication. There is no medium for communication, but the child picks it up. And child picks up the ambience of the environment as well. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കുന്നു. It is not like ഇവിടെ നല്ല ഒരു മാരേജ് നടക്കുകയാണെന്നോ ഹൗസ് വാമിങ് നടക്കുകയാണെന്നോ അങ്ങനെയല്ല കുട്ടി പിക്കപ്പ് ചെയ്യുന്നത്. കുട്ടി പിക്കപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഹെൽത്തി ആൻഡ് എൻ അൺഹെൽത്തി, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പ്രൊട്ടക്റ്റീവ് ഓർ സ്കാരി, സെക്യൂർ ഓർ ഇൻസെക്യൂർ. അങ്ങനെയാണ് കുട്ടി ഇതിനെ തിരിച്ചറിയുന്നത്. സോ എവറി മൊമെന്റ് യു സ്പെൻഡ് വിത്ത് ദ ചൈൽഡ്, if you can put that effort to make sure that you're present and be available and responsive, that's the first thing we could do for the child. Being present means it's not only being present physically,
mentally and emotionally as well in that space. There are different stages of attachment. അപ്പോൾ അതിൽ പ്രീ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഇൻഡിസ്ക്രിമിനേറ്റ് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ 6 months എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് പ്രീ അറ്റാച്ച്മെൻറ്റ്, 6 weeks പ്രീ അറ്റാച്ച്മെൻറ്റ് ഫേസ് ആയിരിക്കും. കുട്ടിക്ക് ഒരു വ്യക്തിയോടൊരു പെർട്ടിക്കുലർ അറ്റാച്ച്മെൻ്റ് ഇല്ല. ആ ഒരു സമയത്ത് ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ നീഡ്സ്. വിശപ്പ്, ഉറക്കം, അങ്ങനെയുള്ള ബേസിക് ഇൻസ്റ്റിങ്സ് നീഡ്സ് വെച്ചിട്ടാണ് കുട്ടി അറ്റാച്ച് ചെയ്യുന്നത്. സോ ഹൂ എവർ പ്രൊവൈഡ്സ് ഇറ്റ് ഈസ് ദ കെയർ ഗീവർ ഫോർ ദ ചൈൽഡ്. പക്ഷെ അതിനുശേഷം 6 weeks to 7 months the infant starts showing preference to a particular caregiver. അപ്പോഴാണ് സോഷ്യൽ സ്മൈൽ വരുന്നത്. അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കാനായിട്ടും ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ. ദാറ്റ്സ് ദ ടൈം വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് an indiscriminate figure, and they clearly show a preference between the primary and secondary. ആരെയാണ് പ്രൈമറിയും ആരെ സെക്കൻഡറി എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. At one point of stage, the child is grown up enough to have multiple relationships with caregivers. ഒരു പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് വന്നിട്ട് മൾട്ടിപ്പിൾ കെയർ ഗീവേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് കുട്ടി എത്തി. ദാറ്റ് ഈസ് എ നോർമൽ നാച്ചുറൽ ഹെൽത്തി ഗ്രോത്ത്. പക്ഷേ ഇതിനിടയിൽ ഒരു പ്രോബ്ലം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ഫേസ് വേർ എ ചൈൽഡ് നോർമലി ഡെവലപ്സ് എ സെപ്പറേഷൻ ആങ്സൈറ്റി ഫ്രം ദ പ്രൈമറി കെയർ ഗീവർ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മ കുട്ടിയെ ചൈൽഡ് കെയറിൽ അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പോവാണ്. കുട്ടി കരയും, പ്രൊട്ടസ്റ്റ് ചെയ്യും, ഇല്ല പറ്റില്ല, അമ്മ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ ആൻഡ് ദ ചൈൽഡ് വിൽ ബി ഏബിൾ ടു ബി കാം ഡൗൺ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് അതർ പേഴ്സൺ. പക്ഷേ ചില കുട്ടികൾക്ക് അത് പറ്റത്തില്ല. ദേ ഡെവലപ്പ് ഇൻറ്റൻസ് സെപ്പറേഷൻ ആങ്സൈറ്റി ഫ്രം ദ മദർ. ദേ നെവർ കാം ഡൗൺ. They are always fearful. They are always scared. So that says that the attachment with the mother is secure at times, but when the mother is not there, it is not secure. It's called an insecure attachment pattern. അതായത് കുട്ടിയുടെ ഉള്ളിൽ ആ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ദോസ് തിങ്സ് ഹാപ്പൻസ് ഡ്യൂറിങ് ദീസ് ഫേസസ് ഓഫ് ദ അറ്റാച്ച്മെൻറ്റ്. യൂഷ്വലി ഇറ്റ് ഹാപ്പൻസ് വിത്ത് ഒരു 11 to 12 months 2 years 11 months to 2 years നമ്മളിതെല്ലാം കണ്ടു തുടങ്ങും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചൈൽഡ് കെയറിലൊക്കെ 2 വയസ്സിനും 3 വയസ്സിനും ശേഷം വിടണമെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി വിത്തിൻ ദാറ്റ് ഏജ് ഗ്രൂപ്പ് child would have developed secure attachment patterns and has reached a stage where they can have attachment with other caregivers. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏജ് ഗ്രൂപ്പുകൾ പെർട്ടിക്കുലറി സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കുട്ടിയെ അതിന് മുന്നേ തന്നെ പലയിടത്തും കൊണ്ടുപോയി ആക്കേണ്ടി വരും. That is, I'm not saying that it's bad, but you have to be very cautious and careful when we are doing that. Different types of attachment. So, ഞാനീ പറഞ്ഞതുപോലെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. വെൻ ദ ചിൽഡ്രൻ ഹു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ദ കെയർ ഗീവേഴ്സ്, അവർ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഡിസ്ട്രെസ് ഉണ്ടാവുന്നു. ബട്ട് ദ ചൈൽഡ് മേ ബി അപ്സെറ്റ്, ദേ ഫീൽ അഷ്യൂർഡ് ദാറ്റ് ദ കെയർ ഗീവർ വിൽ റിട്ടേൺ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ദർ ഇസ് സംതിങ് കോൾഡ് ഇന്റേണൽ റെപ്രസെൻറ്റേഷൻസ്. മനസ്സിൽ വി കോൾ ഇറ്റ് ആസ് ആർക്കിടൈപ്സ്. ഇന്റേണൽ റെപ്രസെൻറ്റേഷൻ, നമ്മുടെ ഉള്ളിൽ കുറേ പ്രതിബിംബങ്ങളുണ്ട്. അത് നമ്മുടെ പാരൻറ്റിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആവാം. അതുപോലെ കുട്ടികളുടെ ഉള്ളിലും പ്രതിബിംബങ്ങളുണ്ട്. അപ്പോൾ വെൻ ദേ ആർ വെരി യങ്, ദേ ബിലീവ് ദാറ്റ് തിങ്സ് ഓൺലി എക്സിസ്റ്റ് വെൻ ദേ ആർ വിസിബിൾ. മുന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു വിശ്വാസമുള്ളൊരു പ്രായം ഉണ്ടാവും. അപ്പോൾ മുന്നിലില്ലാത്തതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പേടിയോടെയാണ് കുട്ടി ജീവിക്കുന്നത്. സോ വെൻ ദ മദർ ഡിസപ്പിയേഴ്സ് ഫ്രം ദ വിഷൻ, ദ ചൈൽഡ് ഗെറ്റ്സ് സ്കേർഡ്. അമ്മ ഇല്ലാതായി പോയോ എന്നുള്ളത്. വെൻ മദർ കംസ് ബാക്ക്, ചൈൽഡ് ഫീൽസ് റിയഷ്യൂർഡ്. പക്ഷേ ഓവർ ദ ടൈം സെക്യൂർ അറ്റാച്ച്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ചൈൽഡ് വിൽ ഹാവ് ആൻ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ കെയർ ഗീവർ ഫിഗർ. ആ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഹെൽത്തി ആണ് എങ്കിൽ, സെക്യൂർ ആണ് എങ്കിൽ, even if the primary caregiver leaves, the child protests
but is able to calm down and feel safe and feel reassured that the person is going to come back. I'm not going to lose the person is going to come back. ആ ഒരു വിശ്വാസം, the trust also develops at this phase. അപ്പോൾ ഒരു ഹെൽത്തി ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷനും ട്രസ്റ്റുമാണ് അവിടെ ഉണ്ടാകുന്നത്. സോ ഫോർ ദാറ്റ് ദർ ആർ സർട്ടൻ തിങ്സ് വി നീഡ് ടു ഡു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സോ they feel comfort, they feel secure with their caregivers. In disorganized attachment, കുട്ടികൾ കൺഫ്യൂസിങ് ബിഹേവിയേഴ്സ് കാണിക്കും. അതായത് പാരൻറ്റിനെ കാണാനായിട്ടുള്ള ആഗ്രഹവും പാരൻറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആഗ്രഹവും കാണിക്കും. അറ്റ് ദ സെയിം ടൈം ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ചിലപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചൈൽഡ് കെയറിൽ നിന്ന് നമ്മൾ കുട്ടിയെ പിക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത്, if it is in the early days of starting the child care, കുട്ടി might protest. ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, മാറി നിൽക്കുന്നുണ്ടാവും, അടുത്ത് വരാനായിട്ട് മടിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അടുത്തേക്ക് വരും, then he stops or she stops, then confused, turns around and look at the teacher. അതൊരു ഡിസോർഗനൈസ്ഡ് ഒരു ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റ് പാറ്റേണിൻ്റെ ലക്ഷണമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there is push and pull forces towards the caregiver. കുട്ടിക്ക് പോകാനും ആഗ്രഹമുണ്ട്, പക്ഷേ അത്രത്തോളം ട്രസ്റ്റും ഇല്ല അവിടെ. So there is a lack of clear attachment pattern, inconsistent caregiver behavior, such as parents may have serve as both source of comfort and fear, leading to disorganized fear. കുട്ടിയുടെ മനസ്സിലൊരു പേടിയുണ്ടാവും, അവരെ വിട്ടിട്ട് പോകാൻ പോവാണോ, അല്ലെങ്കിൽ അവരവിടെ ഉണ്ടാവുമോ, ഇനി ഇത് ആവർത്തിക്കാൻ പോവാണോ, അങ്ങനെയുള്ളൊരു ഫിയറും കൂടെ ഉണ്ടാവും. സോ ഇറ്റ്സ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ട്രസ്റ്റ്, ഫിയർ, സെക്യൂരിറ്റി, ഇൻസെക്യൂരിറ്റി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും അവരുടെ അറ്റാച്ച്മെൻറ്റ് എന്താണെന്ന്. വിശ്വാസം ഉണ്ടാവുമോ റിലേഷൻഷിപ്സിൽ, അത് കുറവായിരിക്കും. ആംബിവാലന്റ് അറ്റാച്ച്മെൻറ്റ് ഇസ് സിമിലർ. ആംബിവാലന്റ് അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റ് അവൈലബിലിറ്റിയുടെ പ്രശ്നമാണ്. പാരൻ്റ് ഉണ്ടോ, പാരൻ്റ് ഉണ്ട്, പക്ഷെ പാരൻ്റ് ആവശ്യത്തിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻ്റ് ആവശ്യത്തിന് അവിടെ ഉണ്ടാകത്തില്ല. ഇറ്റ് കുഡ് ബി ഫിസിക്കൽ പ്രോക്സിമിറ്റി അവൈലബിലിറ്റി ഓർ ഇമോഷണൽ അവൈലബിലിറ്റി. ഇപ്പോൾ ഫിസിക്കലി വീട്ടിനകത്തൊരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് കുട്ടിയുടെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല. ദേ ഹാവ് ടു ബി റെസ്പോണ്ടിങ് ടു ദ. അപ്പോൾ വർക്ക് ഫ്രം ഹോം എൻവയോൺമെൻറ്റിൽ ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി നോക്കുമ്പോഴത്തേക്കും പാരൻ്റ് വീട്ടിലുണ്ട്. സോ ദേ ഗോ റണ്ണിങ് ടു ദ പാരൻറ്റ് ഫോർ ദാറ്റ് അറ്റാച്ച്മെൻറ്റ്, ബോണ്ടിങ്. പക്ഷേ പാരൻ്റ് ആ സമയത്ത് ദേ ആർ വർക്കിംഗ്, ദേ കനോട്ട് ബി അവൈലബിൾ ഫോർ ദ ചൈൽഡ്. ദാറ്റ് ലീവ്സ് ദ ചൈൽഡ് വിത്ത് എ കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എപ്പോഴാണ് പോകേണ്ടത്? ഞാൻ ഇപ്പോൾ പോയാൽ അവൈലബിൾ ആയിരിക്കുമോ? ഞാൻ ഇപ്പോൾ ചെന്നാൽ ദേഷ്യപ്പെടുമോ? ഇപ്പോൾ ചെന്നാൽ എനിക്ക് സ്നേഹം കിട്ടുമോ? ഇപ്പോൾ ചെന്നാൽ എനിക്ക് കംഫർട്ട് കിട്ടുമോ? എപ്പോഴാണ്? ചൈൽഡ് ഗോസ് വിത്ത് എ കൺഫ്യൂഷൻ ആൻഡ് ചൈൽഡ് ബിക്കംസ് സോ ആംബിവാലന്റ്. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, പോണോ വേണ്ടയോ, ആ ഒരു കൺഫ്യൂഷനിലാണ് കുട്ടി ജീവിക്കുന്നത്. സോ ദാറ്റ്സ് കോസ് ഞാനിപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ, വർക്ക് ഫ്രം ഹോം കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കം അക്രോസ് സം സെനാരിയോസ് ലൈക്ക് ദിസ് വെരി ഓഫൻ. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കിലുള്ള പ്രസൻറ്റേഷൻസ് ആയിരിക്കാം. അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ്. ദ ചൈൽഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ്സ് ദ കെയർ ഗിവർ. ചൈൽഡിന് ആ കെയർ ഗിവറിൽ തെല്ലോളം ട്രസ്റ്റ് ഇല്ല, ഇമോഷണൽ കണക്ഷൻ ഇല്ല, ബോണ്ടിങ് ഇല്ല, വാംത്ത് ഇല്ല, സെക്യൂരിറ്റി ഇല്ല. സോ ദിസ് ഇസ് very characteristic of an abusive, neglectful parenting. അപ്പോൾ there is no goodness of it. The child is trying to run away. Child is trying to look for other sources of comfort, security, trust. അപ്പോൾ children who are punished for relying on the caretaker, foster parents അടുത്ത് പോകുന്ന ഒരു കുട്ടികളിൽ ഒരു കണ്ടുവരുന്നൊരു, എല്ലാ ഫോസ്റ്റർ പേരൻസും അല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ജനറലൈസ്, ബട്ട് സം ഫോസ്റ്റർ പേരൻസ് ദേ ആർ നോട്ട് ഗുഡ് ഇനഫ് ടു ടേക്ക് കെയർ ഓഫ് ഫോസ്റ്റർ ചിൽഡ്രൻ. അപ്പോൾ സംടൈംസ് they punish the foster child for asking something, expressing their needs and demands.
അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഹോസ്റ്റലിൽ താമസിക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്തേക്ക് നിങ്ങളൊരാവശ്യമായിട്ട് പോവുകയാണ്. ആവശ്യം പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അന്നത്തെ ഭക്ഷണം കട്ട് ചെയ്യുകയോ നിങ്ങളുടെ റൂമിൽ കറണ്ട് ഓഫ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്തേക്ക് പോവോ? ഇല്ല. It's just an avoidance. And then the next thing is the child will try to find ways to take care of himself or herself. അപ്പോഴാണ് അത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഇൻസെക്യൂർ ആയിട്ടുള്ള എക്സ്റ്റേണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ കുറ്റം പറയും, കൂട്ടുകെട്ട് കൂടുതല, അല്ലെങ്കിൽ അവന് ശരിയായിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയും. ബിക്കോസ് ദേ ആർ നോട്ട് ഷുവർ. ദേ ആർ ട്രൈയിങ് ആൻഡ് ടെസ്റ്റിംഗ് എവറിബഡി ഹൂ ദേ കം അക്രോസ്. അവർക്ക് ആരെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. They want to try everyone. They want to test everyone. And when they find somebody, അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആയാലും, they start testing them as well. അത് ടീനേജ് ആകുമ്പോഴത്തേക്കുള്ളൊരു ഇഷ്യൂ ആണ്. They start testing their parents. They start testing their friendships. They start testing everybody in their life to make sure that they are the right people, they are trustworthy people who they can be with. അപ്പോൾ നമ്മൾ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സിനെ പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂർ അറ്റാച്ച്മെൻ്റ് ആണ്. ആ സെക്യൂർ അറ്റാച്ച്മെൻറ്റുള്ള കുട്ടികൾക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ, റിലേഷൻഷിപ്സിൽ ട്രസ്റ്റും ബോണ്ടിങ്ങും സെക്യൂരിറ്റിയും ഒക്കെ അവർ ഫീൽ ചെയ്യും. ആൻഡ് ദ ചൈൽഡ് വിൽ കം അക്രോസ് ആസ് എ കോൺഫിഡൻറ്റ് പേഴ്സൺ, കോൺഫിഡൻറ്റ് കിഡ്, confident child, confident teenager in a social situation. Even if the child is anxious, they will be able to regulate it, manage the distress and present appropriately. ആ ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാവും. ഞാൻ അതിൽ കുറച്ച് ഒരു ലിസ്റ്റ് ഓഫ്, അത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, സോറി. അപ്പോൾ ഞാൻ അതിലെഴുതിയിരിക്കുന്നത് കുറച്ച് ലിസ്റ്റ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. നിങ്ങൾ അറിയണമെന്ന് ആവശ്യമില്ല, ഫോർ കംപ്ലീഷൻ സേക്ക് ഞാൻ അങ്ങനെ എഴുതിയെന്നേ ഉള്ളതേ ഉള്ളൂ. ഓപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ, അതായത് അതോറിറ്റീസിനെയും സിസ്റ്റംസിനെയൊക്കെ എതിർക്കാനായിട്ടുള്ള വാസനയുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികളുടെ വാസന, ടെമ്പറമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അവർ എക്സ്റ്റേണലൈസ് ചെയ്യുന്നവരാണ്. അതായത് അവരുടെ വാസന എന്ന് പറഞ്ഞാൽ എല്ലാ വികാരങ്ങളും പുറത്ത് മറ്റൊരാളിൽ കാണിക്കുക. ഇൻറ്റേർണലൈസിങ് ടെമ്പറമെൻ്റുള്ള കുട്ടിയെന്ന് വെച്ചാൽ എല്ലാ വികാരങ്ങളും വാസനകളും ഉള്ളിലൊതുക്കുക. അപ്പോൾ ഈ എക്സ്റ്റേണലൈസിങ് ബിഹേവിയറുള്ള കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മോർ അബ്യൂസീവ്, അഗ്രസീവ് ഫിസിക്കലി. അപ്പോൾ ദേ ക്യാൻ ബി ഫിസിക്കലി അഗ്രസീവ് ടു പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇൻറ്റേർണലൈസിങ് കുട്ടികളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിക്കുക എല്ലാ പ്രശ്നങ്ങളും അവരുടെയാണ്, അവർ കാരണമാണ്. എന്താണെന്ന് വെച്ചാൽ അവരോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ സൈക്കിൾ ചവിട്ടാൻ പാർക്കിൽ പോയപ്പോൾ വീണു. എന്താണ് കറക്റ്റ് ഒരു അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ആയിട്ട് എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുക? കുട്ടി സൈക്കിൾ എടുത്ത് പാർക്കിൽ പോയപ്പോൾ വീഴുന്നു, കൈ കുറച്ച് മുറിഞ്ഞു, കാലിൽ കുറച്ച് മുറിഞ്ഞു, വീട്ടിൽ വരികയാണ്. അപ്പോൾ നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇത് ആരുടെയും പാരൻറ്റിങ് സ്റ്റൈലിന് ജഡ്ജ് ചെയ്യാനായിട്ടുള്ള അറ്റംപ്റ്റ് അല്ല, പക്ഷേ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ജനറേറ്റ് സം ക്യൂരിയസ് കോൺവെർസേഷൻ. ഒരു റെസ്പോൺസ് നിന്നോട് അപ്പോഴേ പറഞ്ഞതാ സൈക്കിൾ എടുത്ത് പാർക്കിൽ പോകരുത്. സൂക്ഷിച്ച് ചവിട്ടിക്കൂടെ? മഴ പെയ്ത് കിടക്കുന്ന സമയമാണെന്ന് പുറത്തിറങ്ങുമ്പോഴേ നിനക്ക് തോന്നിയത് കണ്ടതല്ലേ? ഇനി ഞാൻ പറയുമെന്ന് പറഞ്ഞു തരണോ? കാലും കൈയും പൊട്ടിച്ചിട്ടുണ്ട്, ഇനി ഞാൻ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട്, എനിക്കിന്ന് ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. പിന്നെന്താണ് വേറൊരു റെസ്പോൺസ്? സൈക്കിൾ എടുത്തകത്ത് വെച്ചേക്ക്, നാളെ തൊട്ട് നീ സൈക്കിൾ ചവിട്ടുന്നില്ല. ഇത് കോമൺ അല്ലേ? ഇത് വളരെ കോമൺ ആണ്.
ഒന്ന് രണ്ടും വരുന്നത് എവിടെ നിന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ, കെയർ ആൻഡ് എഫേർട്ട് ടു പ്രൊട്ടക്റ്റ്. പക്ഷെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കുട്ടിയോട് പറയുന്നത് എന്താ? അവൻ എന്തുകൊണ്ട് വീണു? ഇറ്റ്സ് ഹിസ് ഫോൾട്ട്, ഇറ്റ്സ് ഹർ ഫോൾട്ട്. നീയാണ് പ്രശ്നക്കാരൻ, നീയാണ് പ്രശ്നക്കാരൻ. മഴ പ്രശ്നമല്ല, വഴുതി കിടക്കുന്ന റോഡ് പ്രശ്നമല്ല, സൈക്കിളിൽ പ്രോബ്ലം ബ്രേക്കില്ല എന്നിരുന്നത് പ്രശ്നമല്ല, പക്ഷെ എല്ലാം കുട്ടിയുടെ പ്രശ്നമാണ്. സോ ദർ ഈസ് എ കൾച്ചർ ഓഫ് ബ്ലെയിം വിച്ച് കംസ് ഫ്രം ഓവർ പ്രൊട്ടക്റ്റീവ്നെസ്. പിന്നെ അടുത്തെന്താണ്? സൈക്കിൾ ഷെഡിനകത്താണ് അബ്സല്യൂട്ട് പ്രൊട്ടക്ഷൻ. ഇനി വീഴുന്ന പ്രശ്നമേ ഇല്ല, വീഴുന്ന പ്രശ്നമേ ഇല്ല. കുട്ടി എന്തു ചിന്തിക്കും? What is the message you are giving to the child? Don't explore. Avoid risky situations. You shouldn't be failing. If you fail, you are to be blamed. You are responsible for all the failures. അങ്ങനെ വളർന്ന് ഞാൻ പെട്ടെന്നൊരു ദിവസം യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. യൂണിവേഴ്സിറ്റി ചെല്ലുന്നു. എൻ്റെ ആദ്യ സെമസ്റ്ററിൻ്റെ എക്സാംസ് വരുന്നു. പോയ എനിക്ക് അവിടെ ബാക്കിയുള്ളവരോടൊന്നും അധികം ഇൻട്രാക്ട് ചെയ്ത് റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പഠിക്കുന്നതിൻ്റെ സ്ട്രെസ്സ്, ഞാൻ ഇൻറ്റേർണലിന് നല്ല മാർക്ക് വാങ്ങിച്ചില്ല, അപ്പോൾ ഞാൻ തോറ്റുപോയി. അപ്പം എൻ്റെ മനസ്സിൽ ഓടുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? എൻ്റെ മനസ്സിൽ there is an ingrained pattern of thinking which has developed over the years. അതായത് whatever happens, if it is bad, it is me. അപ്പോൾ ഞാൻ എൻ്റെ പാരൻറ്റിനോട് പോയി പറയുമോ, അച്ഛാ എനിക്ക് മാർക്ക് ഇത്രേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ പോയി പറയുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് പറയാൻ പറ്റുന്ന ഒരാളെ അന്വേഷിച്ചു, അല്ലെങ്കിൽ അത് മറക്കാൻ പറ്റുന്ന സംഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ള അന്വേഷിച്ചു, അല്ലെങ്കിൽ ഈ ഡിസ്ട്രെസ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് അത് പറഞ്ഞു തരുന്ന ഷോർട്ട് കട്ട്സ് പറഞ്ഞു തരുന്ന ആൾക്കാരെ അന്വേഷിച്ചു. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും? സോറി, ഞാൻ പേര് പറഞ്ഞു. സനൽ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ടും മേടിക്കണ്ട, ഇവിടെ അടുത്ത് ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരാൾ പുതിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കുറച്ചൊന്ന് മണപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും. ചുമ്മാ പറയട്ടോ, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറും, നമ്മുടെ വേദനകൾ മാറും. പക്ഷേ അതിന് വേറൊരു ഗുണമുണ്ട്, അത് ഉറങ്ങാതെ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് അടുത്ത സെമസ്റ്ററിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് യൂസ് ചെയ്തു, അടുത്ത സെമസ്റ്ററിലെ പരീക്ഷയ്ക്കും പഠിക്കാനുമായിട്ട് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്താലോ? Is it possible or not? Does it happen or not? It happens. അപ്പോൾ കുട്ടി എന്താ വിചാരിക്കുന്നത്? കുട്ടി ഒരിടത്ത് ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് വേറൊരാളെ ട്രസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കുട്ടി ഈസ് ട്രൈങ് ടു ഫൈൻഡ് വേസ് ടു സോൾവ് ദെയർ ഓൺ പ്രോബ്ലംസ് ബിക്കോസ് ദേ കൻ നോട്ട് ട്രസ്റ്റ് the people in their life to solve their problems. Thank you. So, early attachments can have a serious impact on relationships. നമ്മുടെ അറ്റാച്ച്മെൻറ്റിൽ ട്രസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ we should be able to respond appropriately to the needs of the children without blaming. Blame എന്ന് പറയുന്നത് ഒരിക്കലും ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരത്തില്ല, നമ്മുടെ അകറ്റി കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇപ്പോൾ അഡൾട്ട് ലൈഫിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അപ്പോൾ ബ്ലെയിം റിലേഷൻഷിപ്സിൻ്റെ ഭാഗമാണ്. ചില കൾച്ചേഴ്സിൽ അത് കൂടുതലാണ്, അത് നമ്മുടെ കൾച്ചറിൽ ഭയങ്കര കൂടുതലാണ് ബ്ലെയിം എന്ന് പറയുന്നത്. We are always insecure about ourselves and we try to project the responsibility of everything to the other person. അപ്പോൾ assuming responsibility and saying, I messed up, I should have done differently,
ഇറ്റ്സ് എ വെരി ഇവോൾവ് സ്കിൽ. അത് നമ്മളെല്ലാവർക്കും ആ ഒരു മൊമെൻറ്റിൽ ഉണ്ടാവത്തില്ല, ചില ആൾക്കാർക്ക് അത് കഴിഞ്ഞിട്ടുണ്ടാവും. Once they reflect on all. So that's the capacity we need to have when we are with children. We shouldn't be reacting. നമ്മൾ കുട്ടികളോട് റിയാക്ട് ചെയ്യല്ല വേണ്ടത്, നമ്മൾ കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യാണ് വേണ്ടത്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം we react to children, not respond to children. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. റിയാക്ഷൻ ഈസ് ഫുൾ ഓഫ് unprocessed, crude emotions, judgments, comments. Response എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ്ഡ്, വെൽ മെഷേർഡ്, വെൽ ജഡ്ജ്ഡ്, ഇമോഷണൽ, behavioral and verbal response. So we have to be mindful how we respond to the children. Can I get a volunteer from you girls? One? Can I ask a quick question? It's a very curious question. So when you're having an issue in school, who do you go to? Do you have a contact person who you can go and talk? Yeah, who's that person? Sorry? Like a teacher. And do kids go to the teacher to talk about their problems? No? That's it. Another question. If you have a genuine problem, do you feel comfortable talking to your teacher? Why? Oh. She said, because we trust her or trust him. So that's the element we need to build in relationships. ഒരാളെ കൊന്നിട്ട് വന്നാലും ശരി, അത് വന്ന് നമ്മളോട് പറയാനായിട്ടുള്ള വിശ്വാസം കുട്ടികൾക്ക് നമ്മുടെ റിലേഷൻഷിപ്സിൽ ഉണ്ടാവണം. A secure attachment nurtures trust and openness and transparency and allow children to come and talk to us. They should be feeling comfortable and they should feel secure that I will not be blamed. I will not be held the culprit here. It's all about curious questioning. What? Why? Know the scenario, then make the decision. So, a child who have developed a secure attachment with a parent figure, it could be anyone. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ they develop a sense of self-confidence. They develop a sense of self-worth. I'm good enough because that's how I have been treated. I am not bad. I am good enough to be myself. So it provides the child with a self-confidence, self-esteem. ഇത് രണ്ടും വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ child feels confident in managing difficult emotions, difficult scenarios, and they feel like they're competent to manage things, people around them, the world around them, and they can deal with it. അങ്ങനെയുള്ള കുട്ടികൾക്ക് they have better emotional regulation, they have better behavioral regulation, they feel confident in approaching scenarios. Imagine a child is not feeling confident and feels insecure that I'm not good enough, or I am the reason for all the problems, or I might be contributing towards a problem. അങ്ങനെയുള്ള ഒരു കുട്ടി കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ടാസ്കിനെയോ ഒരു വ്യക്തിയെയോ ഒരു സിറ്റുവേഷനെയോ അപ്രോച്ച് ചെയ്യോ ഇല്ല. അപ്പോൾ എന്ത് പറ്റും? ദേ അവോയ്ഡ്, ദേ ആർ ആങ്ഷ്യസ് ആൻഡ് അവോയ്ഡ്. അങ്ങനെ ആങ്ഷ്യസും അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും what happens is children loses the opportunities to develop skills from their life experiences. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is not to wrap them in cotton wool. It is not them to push into the deep end. It is not exposing them to the harshest truth of the life. ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറില്ലേ, നിൻ്റെയൊക്കെ പ്രായത്തിൽ ഞാൻ വള്ളത്തിൽ കയറി പകുതി പോവും, അവിടെ പോകുമ്പോൾ വള്ളക്കാരൻ്റെ കയ്യിൽ പൈസ കൊടുക്കുന്നത് തീർന്നു, ഞാൻ പിന്നെ നീന്തി അക്കരെ ചെല്ലുമ്പോഴത്തേക്കും തുണിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും.
ഒരു നിക്കർ ഇട്ടുകൊണ്ടാണ് ക്ലാസ്സിൽ പോകുന്നത്. എന്തിനായി കഥനകഥ പറയുന്നത്? Sometimes it is trying to teach them the values, but at times it ends up as glorifying your successes, glorifying yourself, glorifying the things you have achieved despite of the harsh scenarios. അത് ഹെൽപ്ഫുൾ അല്ല. സോ യു ഹാവ് ടു ബി പ്രസൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. നമ്മുടെ കുട്ടിയുടെ സെനാരിയോ നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന്. ഇവിടെ വള്ളത്തിൽ കയറി പോകാനുള്ളൊരവസരം എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഒറ്റ നിക്കറിട്ടിട്ട് ഒരു സ്കൂളിലും കയറ്റാനും പോകുന്നില്ല. സോ വി ഹാവ് ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് വാട്ട് ദ കോണ്ടെക്സ്റ്റ് ഇസ്. വിത്ത് ഹെൽപ്പിംഗ് ദ ചൈൽഡ് ആൻഡ് അമ്മമാരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയും, അച്ഛന്മാർ മാത്രമല്ല. Sometimes mother's instinct is stronger when it comes to protection and safety. No issues. അതിൽ ബ്ലെയിം ചെയ്യുന്നില്ല, അത് നിങ്ങളുടെ പോരായ്മയാണെന്ന് പറയുന്നില്ല. Fathers sometimes don't appreciate the risk that like a mother as well. They are just having an oversight. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇൻറ്റിമേറ്റ് ഡീറ്റെയിൽസ് ചിലപ്പോൾ അവർക്കറിഞ്ഞില്ല. അറിയുന്ന പാരൻസ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. So what happens is some parents become helicopter parents. They always hover around the child. കുട്ടി എവിടെ പോകുന്നോ അവിടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷനാണ്. കുട്ടി സൈക്കിളിൽ കയറുന്നു, അന്ന് സൈക്കിളിൽ മറിഞ്ഞു വീണ് കാല് മുറിഞ്ഞ് എൻ്റെ ഒരു ദിവസം ഡ്യൂട്ടി പോയി. പിന്നെ അന്നേരം അടുത്ത ദിവസം എൻ്റെ ഷിഫ്റ്റ് മാനേജർ എന്നെ ചീത്ത പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ അത് തന്നെ സംഭവിക്കാൻ പോകുന്നു. So what do? You stop the child from getting onto the bike. That's overprotection. But at the same time, you say, okay, ഇത് അന്ന് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് സംഭവിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. പക്ഷേ അത് സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെ പ്രിക്കോഷൻ. ദാറ്റ് ഇസ് എ സേഫ് ഗാർഡഡ് എക്സ്പോഷർ. അപ്പോൾ കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പോസ് ദം ടു every life situations in a protected way. ആദ്യം നിങ്ങൾ കൂടെ ഉണ്ടാവണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പിന്നെ മാത്രം അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. അല്ലാതെ നമ്മൾ അവരെ ഡീപ്പ് എൻഡിലേക്ക് തള്ളിവിടാനും പാടില്ല. അവന് പൈസയുടെ വില അറിയില്ല. ഇന്നലെ അവൻ $10 ചിലവാക്കി ചോക്ലേറ്റ് മേടിച്ചു വന്നു. നാളെ തൊട്ട് അവൻ പബ്ലിക് ബസ്സിലാണ് പോകുന്നത്. എങ്ങനെ? നീ രാവിലെ പോകുന്നു, ബസ് പിടിക്കുന്നു, അവിടെ ചെല്ലുന്നു, മൈക്കി കാർഡ്. ദിസ് ചൈൽഡ് ഹാസ് നോ ക്ലൂ. ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നല്ല, ഇതൊക്കെ സംഭവിച്ചിട്ടുള്ള കഥകളാണ്. ഇതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കഥകളാണ്. വേർ ഇസ് ഇറ്റ് കമ്മിങ് ഫ്രം? ഇറ്റ്സ് കമ്മിങ് ഫ്രം എ ഗുഡ് പ്ലേസ്. ഇത് കുട്ടി നശിച്ചു പോകണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ല ചെയ്യുന്നത്. ഇറ്റ്സ് കമ്മിങ് ഫ്രം എ ഗുഡ് പ്ലേസ്. ബട്ട് ദ വേ യു ഡു ഇറ്റ് മൈ നോട്ട് ബി ഹെൽപ്ഫുൾ ഫോർ ദ ചൈൽഡ്. Sir, what we need is a measured response. A child has to feel confident and competent. For that, you have to be a mentor, a coach, and a confidant. അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു, സെക്യൂറായിട്ട് അറ്റാച്ച് ചെയ്താൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു. എവിടെയാണ് നമുക്കതിനുള്ള എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 things. The opportunity to establish an attachment and quality of that attachment established. ഇപ്പോൾ ഞാൻ ട്രെയിനി ആയിരുന്ന സമയത്ത്, ലൈക്ക് അബൂനൊക്കെ അറിയാം, നമ്മൾ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 മണിക്കാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ അടുത്ത ദിവസം രാവിലത്തെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരിക്കും. വേർ ഇസ് ദ ഓപ്പർച്യൂണിറ്റി ടു ബോണ്ട്? ഇതിപ്പോൾ നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും കാര്യമാണ്. വേർ ഇസ് ദ ടൈം ഫോർ ബോണ്ടിങ്? വേർ ഇസ് ദ ടൈം? സോ പഴയ കോൺസെപ്റ്റ് മാറി. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ടൈം യു ഗെറ്റ് വിത്ത് എ ചൈൽഡ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ ടൈം. ചെറിയൊരു ടൈം ആണെങ്കിലും ചെറിയൊരു വിൻഡോ ആണെങ്കിലും ഹൗ ഗുഡ് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് ഇൻട്രാക്ഷൻ ഇസ്. അതാണ് ഇവിടെ നമ്മളിപ്പോൾ നോക്കുന്നത്. സോ യു നീഡ് നോട്ട് സ്പെൻഡ് എ ഹോൾ സൺഡേ or take an annual leave or a sick leave or a casual leave to spend time with your child. You can find windows of opportunity. It should be windows of opportunity where there is a quality time with the child.
കെയർ ഗിവർ ആസ് എ മോഡൽ. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ കുട്ടിക്ക് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളൊരു മിററാണ്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളൊരു പ്രതിബിംബമാണ്. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളൊരു മോഡലാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകും, ഓ അച്ഛനെ പോലെ തന്നെ ഇരിക്കുന്നത് കാണാൻ, അമ്മയെ വാർത്തെടുത്തത് വെച്ചതുപോലെ ഉണ്ട്. കേട്ടിട്ടില്ലേ? ആ നാരായണൻ്റെ മകനല്ലേ, രവീന്ദ്രൻ്റെ മോനല്ലേ, മൂക്ക് കണ്ടപ്പോഴേ തോന്നി. കേട്ടിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് നാട്ടിലൊക്കെ പോകുമ്പോൾ? ലൈക്ക് ദാറ്റ് ചിൽഡ്രൻസ് ബിഹേവിയർ പാറ്റേൺസ് ആർ ഓൾസോ മാച്ച്ഡ് വിത്ത് പാരൻസ്. കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പൂവിൻ്റെ മൂട്ടിൽ പൂവും മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളുവേ വരത്തുള്ളൂ. അല്ലാതെ മുള്ളിരുന്നിടത്ത് പൂ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം പൂവായി മാറേണ്ടി വരും. So you have to be role modeling the behaviors, the attitudes, the culture, the values you want your children or the child to live. നിങ്ങൾക്ക് എന്താകാൻ പറ്റുന്നോ അതേ നിങ്ങളുടെ കുട്ടിക്കും ആകാൻ പറ്റത്തുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കും. അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് ഡോക്ടറാവാൻ ആഗ്രഹമില്ലായിരുന്നു. എൻ്റെ വീട്ടുകാർ വിട്ടിരുന്നെങ്കിൽ ഞാനിന്ന് ക്രിക്കറ്റ് കളിച്ച് ഇന്ത്യൻ ടീമിൽ പോകുമായിരുന്നു. ഞാൻ ബ്ലോക്കും ചുറ്റിക്കണ്ടനായിരുന്നു എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ പറയും, അന്ന് നിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിട്ടിരുന്നെങ്കിൽ നീ ഇന്ന് എങ്ങും എത്താതെ അവിടെ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞ് നടന്നേന്ന് പറയും. പക്ഷേ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പറ്റിയില്ല, എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കർ ആകാൻ പറ്റിയില്ല. എൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എപ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ കിടക്കുകയാണ്. എന്താണ് വഴി? അപ്പോൾ ഞാനിവിടെ വരുന്നു, മലയാളി അസോസിയേഷൻ്റെ ക്രിക്കറ്റ് ടീമിൽ കയറുന്നു. 2 കളി കളിച്ചപ്പോഴത്തേക്കും തന്നെ അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആണെന്ന്. അദ്ദേഹത്തെ വെള്ളം കൊണ്ടുവരുന്ന ജോലി ഏൽപ്പിച്ചു. ആദ്യമൊക്കെ വിചാരിച്ചു, ഓ അടുത്ത കളിയിൽ നമ്മളെ കളിപ്പിക്കുമായിരിക്കും. അതിൻ്റെ അടുത്ത കളിയിൽ പിന്നീടാണ് ആ സത്യം മനസ്സിലാകുന്നത്, ഇവരെ നമ്മളെ കളിപ്പിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ഇന്ത്യൻ ടീമിലും സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ മോഹം വീണ്ടും പൂവണിഞ്ഞില്ല. അങ്ങനെ നിരാശനായി വീട്ടിൽ വന്നപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും 2 വയസ്സായ മോനിരിക്കുന്നു. അവൻ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് തോന്നി അതൊരു ബൗളിംഗ് ആക്ഷനാണെന്ന്. നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം ഈ ചെറിയ തലയിലേക്ക്. എന്നിട്ട് പറയുന്നു, ഇവനെ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ ആക്കും. സോ വാട്ട് ആർ വി ഡൂയിങ്? What are we doing? Are we doing any justice to the child? Are we doing any favors to the children? രാവിലെ 5 മണിക്ക് അവനെ വിളിച്ചുണർത്തുന്നു, ഓടാൻ പോകാം. അവൻ നടന്നു തുടങ്ങിയിട്ട് 2 മാസമായിരുന്നു. ഏതോ സിനിമാ നടി പറഞ്ഞ പോലെ 1 വയസ്സിൽ എൻ്റെ അച്ഛൻ എന്നെ വെള്ളത്തിലിറങ്ങി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ നമ്മൾ ആഗ്രഹിക്കും. So, but what happens is you're transferring the ambitions and aspirations which are unfulfilled inside you to the next generation, and you're trying to achieve it. നമ്മുടെ ചോര കൊച്ചിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലാണ് കൊച്ചിൻ്റെ ഉള്ളിൽ. അതിങ്ങനെ കാണിച്ചത് ബൗളിങ് ചെയ്തതല്ല, നമ്മളെപ്പോലെ തന്നെ മാങ്ങയിലെറിഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ്. പക്ഷെ നമ്മളത് ബൗളിംഗ് ആയിട്ട് ചിന്തിച്ചു. നമ്മുടെ കഴിവുകൾ, നമ്മുടെ കപ്പാസിറ്റീസും കുട്ടികൾക്കുണ്ടാവും. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിയലിസ്റ്റിക് ആയിരിക്കുക, അൺറിയലിസ്റ്റിക് ആകാതിരിക്കുക. സോ സെറ്റിംഗ് റിയലിസ്റ്റിക് ഗോൾസ്, സ്റ്റാൻഡേർഡ്സ്, വാല്യൂസ്, അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് പേര് പുറത്തോട്ട് പോയി. അപ്പോൾ അവർ തെറ്റ് ചെയ്യുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ആ കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ്, അവരുടെ ഏജിനനുസരിച്ചിട്ടാണ്. നമുക്ക് അത് വെച്ചിട്ട് ഒരാളെ മെഷർ ചെയ്യാനും പറ്റത്തില്ല. സോ വി നീഡ് ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആൻഡ് റോൾ മോഡൽ വാട്ട് വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ഡെവലപ്പ് ആൻഡ് ഗ്രോ ആസ്. നിങ്ങളെന്ത് കാണിക്കുന്നോ അത് തന്നെയാണ് അവർ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു ഡിഫിക്കൾട്ട് ഇമോഷണൽ സ്റ്റേറ്റിൽ
നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നോ റിയാക്ട് ചെയ്യുന്നോ അത് തന്നെയാണ് അവരും കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഫിസിക്കലി റിയാക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിൽഡ്രൻ ബിലീവ്സ് ദാറ്റ് ഇറ്റ്സ് എൻ അക്സെപ്റ്റബിൾ വേ ഓഫ് ബിഹേവിങ്. ദേ കൺസിഡർ ഇറ്റ് ആസ് എ നോം. നിങ്ങൾ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ ദേ കൺസിഡർ ഇറ്റ് ആസ് നോം. നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്ന ആളാണെങ്കിൽ ദേ കൺസിഡർ ഇറ്റ് ആസ് നോം. So whatever you demonstrate becomes acceptable and norm. So you have to be the caregiver, a model for developing a trusted relationship and a behavior. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഇന്ന് നമ്മൾ തീരുമാനം, ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു ശബ്ദം എടുത്തു. എന്താണ്? എൻ്റെ മകന് ജനിച്ച ഏറ്റവും നല്ല അച്ഛനും അമ്മയും ഞാനാണ്. ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷേ അടുത്ത കുർബാനയ്ക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെയും മറക്കും, ഞാനിവിടെ വന്ന് സംസാരിച്ചോ മറക്കും. അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾ റുട്ടീനാണ്. സോ ഇതൊരു മൈൻഡ്ഫുൾ എക്സസൈസാണ്. എവ്രി ഡേ യു ഹാവ് ടു ടെൽ യുവർ സെൽഫ്, ഐ ആം ബീയിങ് വാച്ച്ഡ്, ഐ ആം ബീയിങ് ഒബ്സർവ്ഡ്, ഐ ആം ബീയിങ് റെപ്ലിക്കേറ്റഡ്. സോ ഐ ഹാവ് ടു ബി മൈൻഡ്ഫുൾ what my son wants to be and what I should be. ആ ഒരു കൺസിസ്റ്റന്റ് അപ്രോച്ച് വേണം. Yeah, that's the other way. Like, അതില്ല എങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ഇല്ല. ആൻഡ് ദേ നെവർ ഡെവലപ്പ് സ്കിൽസ് ടു മാനേജ് ഡിഫിക്കൽട്ട് ഇമോഷൻസ്, ഡിസപ്പോയിൻമെന്റ്സ്, frustrations. They escalate, they melt down, they are all over the place, they can never regulate. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് they form indiscriminate relationships. ബന്ധങ്ങളുണ്ടാവും, പക്ഷെ അതൊന്നും സ്ട്രോങ് ബന്ധങ്ങളായിരിക്കില്ല. ബന്ധങ്ങളുണ്ടാവും, അതൊന്നും വിശ്വാസത്തിൻ്റെ പുറത്തുള്ള ബന്ധങ്ങളായിരിക്കില്ല, അത് ആവശ്യങ്ങളുടെ പുറത്തുള്ള ബന്ധങ്ങളായിരിക്കും. ബേസ്ഡ് ഓൺ wants. There is a huge difference between want and a need. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. So most of the relationships children form outside the family will be based on wants. എനിക്കിപ്പോൾ എന്താ വേണ്ടത്, അത് അയാളുടെ നിന്ന് കിട്ടുമോ, ഇയാളുടെ നിന്ന് കിട്ടുമോ, ഇവിടെ നിന്ന് കിട്ടുമോ, എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മൾ അവിടെ പോകും. സോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ wants, നോട്ട് ഓൺ നീഡ്സ്. കുട്ടികൾക്ക് വാണ്ടും നീഡും തിരിച്ചറിയാനായിട്ടുള്ള പ്രായം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ ഏജൊക്കെ ആകുമ്പോഴത്തേക്കും വന്നു തുടങ്ങും. അപ്പോഴത്തേക്കും ആണ് അവർ പഠിച്ചു തുടങ്ങുന്നത്. In interest of time, I'm not going to go into details. ചില personality disorders, I briefly mentioned about a personality disorder. It's called borderline personality disorder. അപ്പോൾ അവരുടെ presentation to the hospital എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെരി ഡിസ്റെഗുലേറ്റഡ് ആണ് അവരുടെ ഇമോഷൻസ്. അതായത് മെൽബണിലെ വെതർ പോലെയാണെന്ന് നമ്മൾ ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4 വെതർ. അതുപോലെ തന്നെയാണ് അവരുടെ മൂഡ് സ്വിങ്സും ഇമോഷൻസും ഒക്കെ. ഇറ്റ് ചേഞ്ചസ് without any provocation. They never have trustworthy relationship. They end up self-harming, suicide. They end up in unsafe relationships, unsafe activities. Adokke, it's one of the reason is a failed attachment, or insecure attachment. I'm not going into details of it. So, കുട്ടിയുടെ വാസനയും വളർന്നു വരുന്ന സാഹചര്യവും വളർത്തുന്ന രീതിയുമാണ് ഒരു ചൈൽഡ് എന്താവുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻ ഷോർട്ട്, നിങ്ങൾ വളർത്തുന്ന രീതി കൊണ്ട് മാത്രം ഒരു കുട്ടി സക്സസ്ഫുൾ ആവുന്നില്ല. നിങ്ങൾ വളർത്തുന്ന രീതി കൊണ്ട് മാത്രം ഒരു കുട്ടി ഫെയിലിയർ ആവുന്നില്ല. ഒരു കുട്ടിയുടെ സക്സസും ഫെയിലിയറും വെച്ചിട്ടല്ല ഒരു പാരൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയും പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈലിനെയും നമ്മൾ നോക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ലീനിയർ ഇക്വേഷനാണ് നോക്കുന്നത്. കുട്ടി നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ കിട്ടി, നല്ലപോലെ വളർത്തി അവനെ, വീട്ടുകാർ നല്ലപോലെ വളർത്തിയത് കൊണ്ട് അവൻ നല്ല നിലയിലെത്തി. അപ്പോൾ ഈ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടി എന്താ ചെയ്ത്? അവൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ലേ? അവൻ്റെ ബുദ്ധിയുള്ളത് കൊണ്ട് അവൻ പഠിച്ചു, അവൻ്റെ മോട്ടിവേറ്റഡ് ആയിരുന്നുകൊണ്ട് പഠിച്ചു, ഡിസിപ്ലിൻ ആയിരുന്നുകൊണ്ട് പഠിച്ചു. വളർത്തുന്നത് കൊണ്ട് മാത്രമല്ല. ഒരു കുട്ടി നല്ല നിലയിലെത്തിയില്ല, അപ്പോൾ എന്തു പറയും? വളർത്തു ദോഷം. പിന്നെന്തു പറയും?
തലതിരിഞ്ഞു പോയി. രണ്ട് റീസൺസേ ഉള്ളൂ, വളർത്തുദോഷം അല്ലെങ്കിൽ തലതിരിഞ്ഞു പോയി. ഇറ്റ് ഈസ് നോട്ട് ലീനിയർ. ഇത് ലീനിയറായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസ് അല്ല. ഇറ്റ്സ് എ കോംപ്ലക്സ് ഡൈനാമിക്സ്. വളർത്തുദോഷമാണോ തലതിരിഞ്ഞതാണോ സാഹചര്യങ്ങളാണോ എന്ന് നമ്മൾ ഇൻഡിവിജ്വലി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളർത്തുന്നതിന് there is no Bible. You cannot go to Monash or Melbourne University to learn how to be a dad or a mom. There are no scriptures or practice guidelines to be how to bring up a child. So what happens is, we as young parents, when we are in a migrant state, there is nobody to tell you what to do sometimes. But even if there is someone to tell you, it might be appropriate, it might not be appropriate. അപ്പോൾ ആദ്യത്തെ കുട്ടിയെ നമ്മൾ വളർത്തിയതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചു. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ അടുത്ത കുട്ടിയാവാൻ തീരുമാനിച്ചു. നമ്മൾ കോൺഫിഡൻ്റ് ആയി, ഒരാളെ വളർത്തി 4-5 വയസ്സൊക്കെ ആയി. അപ്പോൾ തീരുമാനിച്ചു നമുക്ക് ഇനി അടുത്തൊരു കുട്ടിയുടെ സമയമായി. അടുത്ത കുട്ടി വന്നു. നമ്മൾ അതേ ടെക്നിക്സ് അന്ന് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്ക് അത് ചെയ്തില്ലേ, അത് ഇവനെ ഒന്ന് പരീക്ഷിച്ചാൽ വർക്കൗട്ട് ആകത്തില്ല. ബിക്കോസ് ദിസ് ചൈൽഡ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. So you cannot use the same manual for the second child. ഒരേ മാനുവൽ യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? യന്ത്രങ്ങളാണ്. മനുഷ്യരെ പറ്റത്തില്ല. So you will have to adapt. You will have to understand the need of the child, the temperament of the child, and tailor-make your parenting again. So, yeah, this is something I've already explained. So, secure parenting is more about providing opportunities for growth, ways to grow, and means to grow in a secure, trusting environment. Without blame, without complexities, we have to respond. Some key features, ഞാൻ എല്ലാം പറയുന്നില്ല, some key features of secure parenting എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you should be dependable. You should be dependable means you should be dependable in all possible scenarios. അതായത്, if there is a problem, the first person coming to the child to go and seek help from should be you. പ്രോബ്ലം ഉണ്ടായെങ്കിൽ അവൻ ആദ്യം വീട്ടിലെത്തണം. അപ്പം ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ചില കുട്ടികൾ ഗോസ് മിസ്സിങ്, കാണാനില്ല, എവിടെ പോയി എന്ന് അന്വേഷിച്ചു. അപ്പോൾ ചില പാരൻസ് ഹാർട്ട് ബ്രേക്കിംഗ് മെസ്സേജസ് ഇടും, മോനെ തിരിച്ചു വരും, നടന്നതൊക്കെ പോട്ടെ, തിരിച്ചു വരും, അല്ലെങ്കിൽ മോളെ തിരിച്ചു വരും. ആൻഡ് സം ചിൽഡ്രൻ, ലൈക്ക് ഐ കം അക്രോസ് ദ വേഴ്സ്റ്റ് സെനാരിയോസ്, ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈൽഡ് ഈസ് നോട്ട് ഫീലിംഗ് കോൺഫിഡൻറ്റ് ടു കം ബാക്ക് ഹോം. The child finds the home more threatening than what he is experiencing. They try to run away from it, looking for a child-friendly, safe place. So, what's your name? Joe. Imagine there is a problem in your school. You end up in a fight with your friends. Okay. Who will you talk to first? Yeah. And? Elsa. Yep. And? Sorry? So that's how you do it. Things have not gotten sorted out there. What's the next escalation point? Who could you go and talk to? Outside the school. Let's say outside the school. Parents? Do you go? Do you go to them? Yeah. Okay, that's good. So that's the kind of escalation children needs to learn. They have immediate supports, and if it is not sorted, they should be going to the next level of escalation, and it should be the parents. It should be the parents. It should not be somebody else. That shows how much the trust and the comfort the child is having with the parents to sort out their problem. Thanks, Joe. And there comes the child's confidence to depend on their parent. Be attentive.
ദാറ്റ്സ് അനദർ തിങ്. നമ്മൾ 100,000 പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നമ്മളൊക്കെ പോകുന്നത്. നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, ജീവിത പ്രശ്നങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ. So sometimes we are in a difficult situation to attend what the conversation is. അപ്പോൾ നമ്മൾ മുക്കും മൂലയും ഒക്കെ നമ്മൾ കേൾക്കത്തുള്ളൂ, and we respond inappropriately. So please make sure that you are attentive, you are using the opportunity to interact, and you should be able to discover your child. What do you mean by discovering your child? What do you mean by discovering a child? അവനെ കണ്ടെത്തിക്കൊണ്ടിരുന്നതാണ് അല്ല. You learn and know your child through the experiences you have with the child. And you know what the child's preferences are, likes are, dislikes are, the way he likes being approached, the way he likes being touched, the way he likes being told, asked. So there was a time, I'll share one of my life experiences. There was a time I was reading vigorously about Ronaldo, Cristiano Ronaldo. My son was around 10 years at that time. I follow football, പക്ഷേ എനിക്ക് ഇയാളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. Then I realized that this guy is always reading about Cristiano Ronaldo. Then I realized that the reason why he has got a 7 on his room is because of Cristiano Ronaldo. I realized that the reason why he wants to wear a particular soccer boot is because of Cristiano Ronaldo. It was a big revelation. I was feeling like, how did I miss all these things? ഞാൻ എപ്പോഴും റൂമിൽ പോകുമ്പോഴത്തേക്കും ഒരു 7, ഇതൊരു 7 ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു, ക്ലാസ് നമ്പർ 7 ആയിരിക്കും, നമ്മളൊക്കെ അതാണല്ലോ പഠിച്ചത്. സോ what helped was it opened a world of conversation between us. It opened a world of opportunity to do things together. It opened up a world of the things he wants to do. I never realized that he wanted soccer. So being predictable is another thing. You can be sensitive, you can be dependable, but you have to be predictable as well. ഞാൻ ഇന്ന് എൻ്റെ പേരൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ this is going to be his response, her response. അതിൽ ഒരു തെറ്റുമില്ല. കുട്ടികൾ അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. You don't have to change anything. Sometimes we feel like അവൻ എന്നെ നല്ലപോലെ അറിയാം, അല്ലെങ്കിൽ അവൻ എന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇന്നൊന്ന് മാറ്റി പരീക്ഷിക്കണം. You don't have to do that. You have to be predictable. That's a good thing, because the child knows what to expect and how to prepare himself or herself for that situation, and he feels confident to come and talk to you. Knowing what comes next allows the child to be open and honest and trust the relationship. You're opening a world of opportunity for conversations, reasoning, building. അപ്പോൾ every conflict, എല്ലാ വഴക്കുകളും നല്ലതാണ്, because it opens up an opportunity to strengthen the relationship. But be mindful how you use the opportunity. ഡോമിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡിഫീറ്റ് ചെയ്യാനായിട്ടാണ് ആറ്റിറ്റ്യൂഡ് എങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഡിസ്ട്രക്റ്റീവ്. നർച്ചർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാനായിട്ടാണ് താല്പര്യമെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ, ഹെൽത്തി. സോ കോൺഫ്ലിക്ട്സ് ആർ ഓപ്പർച്യൂണിറ്റീസ്. ബി അണ്ടർസ്റ്റാൻഡിങ്. വാട്ട് ഡു യു മീൻ ബൈ അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. പക്ഷെ കുട്ടിയെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും they are growing. As they grow, their values, their attitude, behaviors, preferences change. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രായത്തിൽ നിങ്ങളെ കുട്ടിയെക്കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നെങ്കിൽ that doesn't mean that he is still the same person or she is still the same person. They keep surprising you. They keep surprising you in every other year. It's a warning if you get surprised.
that you're not knowing your child enough because it has come as a news to you. You need to be more understanding and spending more time with the children. And when the child is secure and safe, they find it helpful. So this is something we have already discussed. A secure attachment makes the child confident, makes the child develop healthily, make good relationships, maintain emotional balance. They feel confident about themselves and good about themselves. In the teenage years, teenagers, they are going through a stage called Who Am I? ഞാൻ ആരാണ് എന്നുള്ളൊരു ഫേസിലൂടെ കടന്നു പോവുകയാണ്. And those days, they test and try relationships, especially with their parents. അപ്പോൾ അവരുടെ ബിഹേവിയേഴ്സിൽ മാറ്റം വരും, നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ മാറ്റം വരും. ബട്ട് യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ് ആൻഡ് മൈൻഡ്ഫുൾ what they are doing, how they want to do. So that confidence should come in from the child. നമ്മളിപ്പോൾ കുട്ടികളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. പക്ഷേ ഇതൊരു എളുപ്പ ജോലിയല്ല. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ബ്രിങ്ങിങ് അപ്പ് എ ചൈൽഡ്. അത് it takes immense physical energy, it takes immense emotional energy, it takes immense courage to make some decisions, it takes immense patience to let go things, it takes immense financial resources as well. So it is not easy. So the role of you as a parent should never be minimized and dismissed. നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് സിസ്റ്റംസ്, യു ഷുഡ് ബി ഹാവിങ് ദോസ് സപ്പോർട്ട് സിസ്റ്റംസ്. ഇറ്റ് കുഡ് ബി പ്രൊഫഷണൽ, നോൺ പ്രൊഫഷണൽ സപ്പോർട്ട് സിസ്റ്റം, ഇറ്റ് കുഡ് ബി ഫാമിലി, ഫ്രണ്ട്സ് ആസ് സപ്പോർട്ട് സിസ്റ്റം, കൊളീഗ്സ്. ആൻഡ് നമ്മുടെ എല്ലാവരെയും കുറിച്ച് പറയുകയല്ല, നമുക്ക് പൊതുവെ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ മടിയുള്ളൊരു വിഭാഗമുള്ള ആൾക്കാരാണ്. ദാറ്റ് ബിക്കോസ് സ്റ്റിൽ ദാറ്റ് സ്റ്റിഗ്മ ഇസ് ദേർ. സൈക്യാട്രിസ്റ്റിന് കൊമ്പും വാലും ഒക്കെ ഉണ്ടെന്നുള്ളൊരു പേടിയുള്ള കാലത്ത് നിന്ന് നമ്മൾ ഇതുവരെ മാറിയിട്ടില്ല. സൈക്യാട്രിസ്റ്റ് പഴയ കാലത്തെ എന്താ പറയുക, ഷോക്കടിച്ച് മോഹൻലാലിനെ ബോധമില്ലാതെ കിടത്തിയതുപോലെ ഇപ്പോഴും ഷോക്കടിച്ച് അങ്ങനെയാണ്. അപ്പോൾ സ്റ്റിഗ്മയും ടാബു എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ കൂടുതലായിട്ട് ഉള്ള സമയമാണ്. ബട്ട് ടേക്കിംഗ് ഹെൽപ്പ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് പ്ലേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വളരുമ്പോൾ മാറുന്ന അസുഖങ്ങൾ, കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മാറുന്ന അസുഖങ്ങൾ. കേട്ടിട്ടില്ലേ അങ്ങനത്തെ അസുഖങ്ങളെ കുറിച്ച്? അങ്ങനെ ഒരു അസുഖമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. വളരുമ്പോൾ മാറും, അതിൻ്റെ രൂപം മാറത്തേയുള്ളൂ, സ്വഭാവം മാറത്തില്ല. കല്യാണം കഴിയുമ്പോൾ മാറും. എന്താണ്? വീട്ടിലെ പ്രോബ്ലം വേറൊരാളുടെ പ്രോബ്ലമായി മാറും, അല്ലാതെ വേറെ ഒന്നും മാറ്റം വരുന്നില്ല. സോ സീക്കിംഗ് ഹെൽപ്പ്, എസ്പെഷ്യലി ഇൻ ദിസ് വേൾഡ്, ഇഫ് യു വാണ്ട് യുവർ ചൈൽഡ് to be matched across with the society, competent with other kids, you have to make sure that they get the right support, they get the right help. നമ്മുടെ ട്രഡീഷണൽ വാല്യൂസ് സാക്രിഫൈസ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു എംബ്രേസ് ദ കണ്ടംപററി വാല്യൂസ് ആസ് വെൽ ഓഫ് ദ സൊസൈറ്റി. നാട്ടിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അസ്തിത്വവും ഭൗതികതയെന്നൊക്കെ പറയുന്നത് അതൊക്കെ നഷ്ടപ്പെടുത്തണമെന്നല്ല പറയുന്നത്. നമ്മൾ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇവിടെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികളെ പാകപ്പെടുത്താൻ പറ്റും, അതാണ് ചെയ്യേണ്ടത്. സോ when I was looking at the research, the outcomes, the growth outcomes of children who are born to migrants, first generation. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ നല്ലതാണ്, അവരുടെ ജോലിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് നല്ലതാണ്, ദേ ആർ സ്റ്റേബിൾ ഫൈനാൻഷ്യലി. അതിൻ്റെ അടുത്ത ജനറേഷൻ ഫൈനാൻഷ്യൽ, സോഷ്യൽ, എഡ്യൂക്കേഷണൽ, ഒക്കുപേഷണൽ അച്ചീവ്മെൻറ്റ്സ് കുറയും. അപ്പോൾ മൈഗ്രൻസും അവരുടെ ഫസ്റ്റ് ജനറേഷനും ദേ ആർ ഹൈ അച്ചീവേഴ്സ് വെൻ കമ്പയർഡ് ടു ദ ജനറൽ സൊസൈറ്റി. ആൻഡ് ആസ് ദ ജനറേഷൻ പാസസ്, the gap between this high achieving group and the general society becomes even.
അത് നമ്മുടെ വാല്യൂസ് മാറുന്നതാണ്. അപ്പം നമ്മൾ എത്ര നാൾ ഇത് ഉന്തിത്തള്ളിക്കൊണ്ട് നടക്കുന്നു അത്രയും നാൾ ഇത് മുന്നോട്ട് പോകും. അത് കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ നോട്ട് ഡിക്റ്റേറ്റ് ടേംസ്. അതൊക്കെ അടുത്ത തലമുറ എന്ത് ചെയ്യുന്നു, അന്നേരത്തെ കോണ്ടെക്സ്റ്റ് എന്താണ്, അന്നേരത്തെ അവരുടെ വാല്യൂസ് അംബിഷൻസ് എന്താണ്, അതുപോലെയാണ്. സോ യു ക്യാൻ ഡു ഓൺലി വാട്ട് യു ക്യാൻ, and you can do only what you can do with your children. That's a window of opportunity. So what I'm saying is, seek help, professional or non-professional, when you are in doubt. വെച്ചുകൊണ്ടിരിക്കരുത്. ആദ്യമേ തന്നെ ഏർലി ഇൻ്റർവെൻഷനാണ് ഇപ്പോഴത്തെ ഫിലോസഫി. എത്രയും പെട്ടെന്ന് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റും അത്രയും. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കിഡ്സ് ഹെൽപ്പ് ലൈൻ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ കണ്ടീഷൻസിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, മെഡിക്കെയറിൽ നിങ്ങളുടെ ബെനിഫിറ്റ്സിൽ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ PR പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിനൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ല. പക്ഷെ വരാൻ പോകുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്കും ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസായി. അതുകൊണ്ട് നെവർ ഹെസിറ്റേറ്റ്, pick up the phone, call Kids Helpline, see I have this confusion question. I have a doubt. നിങ്ങൾക്ക് നിങ്ങൾ ആരെയും ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ വേണ്ട. Pick up the phone, talk to the professional who is available. They are ready to help. പക്ഷേ നമുക്ക് തോന്നും ഒരുപക്ഷെ അവർക്ക് നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റും നമ്മുടെ നാടിൻ്റെ കോണ്ടെക്സ്റ്റും ഒന്നും മനസ്സിലായില്ലെങ്കിലോ, നമ്മൾ ആദ്യമേ അവരോട് പറയുക നമ്മൾ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ബിക്കോസ് ട്രാൻസ് കൾച്ചറൽ മൾട്ടി കൾച്ചറൽ സർവീസസ് ആർ available across all services. ഓസ്ട്രേലിയൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് കൾച്ചറൽ മൾട്ടി കൾച്ചറൽ സർവീസസ് അവൈലബിൾ ആണ്. സോ ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഹാവ് ദാറ്റ് കോർ കോമ്പിറ്റൻസി. Reach out. Asking for help is the best problem solving skill. And best wishes. Thank you. ചോദ്യങ്ങൾ ചോദിക്കാം. ശരിയും തെറ്റൊന്നുമില്ല, റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ് ഒന്നുമില്ല. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്സ്, പ്ലീസ് ഫീൽ ഫ്രീ ടു. അത് കഴിഞ്ഞിട്ടല്ല ഇതിന് പുറത്ത് വെച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിലും പ്ലീസ് ഫീൽ ഫ്രീ ടു. അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങൾ ഇതേപോലുള്ള അവയർനെസ് പ്രോഗ്രാംസും ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസും ഒക്കെ എപ്പോഴും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംഘടന മലയാളി ഡോക്ടേഴ്സ് വിക്ടോറിയ എന്നൊരു ഗ്രൂപ്പാണ്. You might come across it in Facebook or pages, Instagramലൊക്കെ ഞങ്ങളുണ്ട്, വിസിബിൾ ആണ്. And you can reach out to us as well if you have any questions, concerns. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ one of the objective is to help our community to settle down and navigate the challenges in the health sector without any problem. അപ്പോൾ please feel free to reach out. അബു ഒരു കോൺടാക്ട് പേഴ്സൺ ആണ്. ഇഫ് യു വോണ്ട് ടു റീച്ച് മീ ഔട്ട് ഐ ക്യാൻ. അനീസിന് ഞങ്ങളെല്ലാവരെയും അറിയാം. യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു അനീസ്. താങ്ക് യു. Any questions, anyone? If you have. ഒന്നുകിൽ ഞാൻ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാവരെയും പഠിപ്പിച്ചു. നാളെ മുതൽ ഈ പള്ളിയിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും റോൾ മോഡൽ പേരൻസ് ആകാൻ പോകണം. അല്ലെങ്കിൽ എന്തോ ക്ലിക്ക് ചെയ്തിട്ടില്ല ഇവിടെ. Anyway, thank you so much, and really appreciate your kind attention and opportunity to come to this worshiping place. Thank you so much for, and I hope this is going to be just a beginning. ഇത് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെയും നമ്മുടെ ഇൻട്രാക്ഷൻസിൻ്റെയും ആദ്യത്തെ ഒരു അവസരമായി മാറട്ടെ. ഇനിയും അവസരങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഡോക്ടർ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. I personally went through this. A friend of mine, actually അവൻ്റെ kid, they didn't know. One day he came to them and told, I'm deeply into drugs. I'm going out of the house. അവർ ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കി, ബട്ട് they couldn't handle it. The whole family they couldn't sleep for days. But they didn't know until that moment. They pray every day, they go to church every Sundays, they get involved with our communities, but this happened to them. Same thing, വേറൊരു വീട്ടിൽ ഒരു പെങ്കൊച്ച് ഒരു ദിവസം at the age of 18 she just left. They had no clue. The day she was going out, she told, I'm going. So ഇത് നമ്മൾ എങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും? How can we monitor them? How can we see the changes? Yeah, thank you. മഞ്ജേഷ് നല്ല പേര്. മഞ്ജേഷ്
താങ്ക്സ് മഞ്ജേഷ്. ഇതൊരു ഒരു കോമൺ സെനാരിയോ ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു ഔട്ട്കം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്തതും ഒരാൾ വീട് വിട്ടു പോയതും. ദിസ് ഔട്ട്കം ഹാസ് ഇവോൾവ്ഡ് or happened over many years. ഇത് ഇന്നത്തെ ഒരു സംഭവം കാരണം സംഭവിച്ചതല്ല, ഇന്നലെ നടന്ന വീട്ടിലെ പ്രശ്നം കാരണം നടന്ന സംഭവമല്ല. ഇറ്റ് ഹാസ് ബീൻ സ്നോ ബോളിംഗ് ഫോർ മെനി ഇയേഴ്സ്. അവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുന്ന ഡ്രഗ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജ് കിഡ്സ് ആർ ക്യൂരിയസ് ടു എക്സ്പ്ലോർ. അവർക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്, നൊവൽറ്റി സീക്കുന്നത്, അതായത് പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യുക. ദേ എക്സ്പെരിമെൻ്റ് ദാറ്റ് ആൻഡ് അതർ പല റീസൺസ് ആണ്. പിന്നെ അതർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ കിഡ്സ് ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റെഗുലേറ്റ് ദ ഇമോഷൻസ്, their discomforts, their frustrations, their disappointments, they use drugs. ഞങ്ങൾ ഡ്രഗ്സിനെ പറയുന്ന വി കോൾ ഇറ്റ് എസ് സർറോഗേറ്റ് മദർ. സർറോഗേറ്റ് മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഡ്രഗ്സ് calm them down at that time, take the thoughts away from them, help them to forget the pain of those emotions. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂസ് ഓഫ് ഡ്രഗ്സ് ഈസ് പ്രൊവൈഡിങ് ഹിം സോ മെനി ബെനിഫിറ്റ്സ്. അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുന്നത്? നമ്മൾ പെട്ടെന്ന് ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ, ബാൻഡേഡ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. സോ ഡ്രഗ്സ് ബിക്കം എ ബാൻഡേഡ് ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻസ്. പിന്നെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കംസ് ദ പാറ്റേൺ. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുട്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മൾ ആ മനസ്സിലാക്കുന്ന ജേർണി ഒരു വയസ്സിൽ തീരുന്നില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അൺഫോർച്ചുനേറ്റ്ലി മേ ബി ബിക്കോസ് ഓഫ് നോൺ ഓർ അൺനോൺ റീസൺ, കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് റീസൺ, ദ പാരൻസ് ഡിഡ്ന്റ് ഐഡൻറ്റിഫൈ ദ ചൈൽഡ് ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദം, ഓർ ദ ചൈൽഡ് ഡിഡ്ന്റ് ഐഡൻറ്റിഫൈ ഡ്രിഫ്റ്റിംഗ് അവേ ഫ്രം ദ പേരൻസ്. ഇത് രണ്ടുപേരും കൂടെ ചേർന്നൊരു ഡ്രിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. Most of the children, okay, let me tell you, don't panic. A majority of kids, they experiment, they explore, okay. Doesn't mean that they are all going to be using these things. അവർ എക്സ്പ്ലോർ ചെയ്യും, എക്സ്പെരിമെൻ്റ് ചെയ്യും. പക്ഷേ how you deal it in the first situation, how you deal it with the first scenario is very important. If there is somebody using this, you have to bring them in for a conversation. You shouldn't be outcasting him, or he shouldn't be the problem person. You should be bringing them in. Just like how you bring the followers of your religion or the church, you bring them in, you forgive them, you work with them, you are not being blamed. അതൊക്കെയാണ് ഇവിടെ. അഗെയിൻ രണ്ട് സെനാറിയോയിലും the relationship, the attachment is not secure and there is no trust in the relationship. പക്ഷെ അത് ഓവർ ദ ഇയേഴ്സ് ഉണ്ടായതാണ്.